കഴിഞ്ഞ ആഴ്ച ബോർൺമൗത്തിനോടേറ്റ വമ്പൻ തോൽവിയുടെ ക്ഷീണം വമ്പൻ വിജയത്തോടെ മാറ്റി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ബ്രൈറ്റനെ നേരിട്ട നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എതിരില്ലാത്ത 7 ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഫോറസ്റ്റിനായി ക്രിസ് വുഡ് ഹാട്രിക് കുറിച്ചു. മത്സരത്തിന്റെ 12-ാം മിനിറ്റിൽ ഒരു ഓൺ ഗോളിലൂടെയാണ് സ്കോർ ബോർഡ് അടങ്ങിയത്. 25-ാം മിനിറ്റിൽ മോർഗൻ ഗിബ്സ് വൈറ്റ് നോട്ടിംഗ്ഹാമിന്റെ ലീഡ് ഇരട്ടിയാക്കി. 32-ാം മിനിറ്റിൽ ക്രിസ് വുഡ് മത്സരത്തിലെ തന്റെ ആദ്യ ഗോൾ നേടി. ആദ്യ പകുതിയിൽ നോട്ടിംഗ്ഹാം 3 ഗോളുകൾക്ക് മുന്നിലെത്തി. രണ്ടാം പകുതിയിൽ 64-63 മിനിറ്റുകളിലെ ഗോളിലൂടെ ക്രിസ് വുഡ് തന്റെ ഹാട്രിക് തികച്ചു. മത്സരം പുരോഗമിക്കവേ 89-ാം മിനിറ്റിൽ നെക്കോ വില്യംസും ഇഞ്ചുറി ടൈമിൽ ജോട്ട സിൽവയും ലക്ഷ്യം കണ്ടതോടെ നോട്ടിംഗ്ഹാമിന്റെ വിജയം പൂർത്തിയായി. വിജയത്തോടെ 24 മത്സരങ്ങളിൽ 47 പോയിന്റുമായി പ്രീമിയർ ലീഗിൽ 3-ാം സ്ഥാനത്ത് തുടരുകയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ബ്രൈറ്റൺ 34 പോയിന്റുമായി 10-ാം സ്ഥാനത്താണ്. മറ്റൊരു മത്സരത്തിൽ ന്യൂകാസിലിനെ ഫുൾഹാം പരാജയപ്പെടുത്തി. 1-2 ഗോളുകൾക്കായിരുന്നു ഫുൾഹാമിന്റെ വിജയം. 37-ാം മിനിറ്റിൽ ജേക്കബ് മർഫിയിലൂടെ ലീഡെടുത്ത ന്യൂകാസിലിനെതിരെ 61-ാം മിനിറ്റിൽ റൗൾ ജിമിനസിന്റെയും 82-ാം മിനിറ്റിൽ റോഡ്രിഗോ മുനിസിന്റെയും ഗോളിലൂടെ ഫുൾഹാം പരാജയപ്പെടുത്തുകയായിരുന്നു. വിജയത്തോടെ ഫുൾഹാം 36 പോയിന്റുമായി ലീഗിൽ 9-ാം സ്ഥാനത്തെത്തി. ന്യൂകാസിൽ 41 പോയിന്റുമായി 5-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇന്നലെ അസ്റ്റൺ വില്ലയും പ്രീമിയർ ലീഗിൽ പരാജയമറിഞ്ഞു. വോൾവ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അസ്റ്റൺ വില്ലയെ വീഴ്ത്തിയത്. ജീൻ റിച്ചറും മതേസ് കുഞ്ഞയുമാണ് വോൾവ്സിനായി ലക്ഷ്യം കണ്ടത്. 24 മത്സരങ്ങളിൽ 37 പോയിന്റുമായി ലീഗിൽ 8-ാം സ്ഥാനത്താണ് അസ്റ്റൺ വില്ല. അതേസമയം പുതിയ പരിശീലകൻ ഡേവിഡ് മോയസിന് കീഴിൽ എവർട്ടൺ തുടർച്ചയായ 3-ാം വിജയം സ്വന്തമാക്കി. ലെയ്സ്റ്റർ സിറ്റിയെ നേരിട്ട എവർട്ടൺ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് വിജയിച്ചത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.